السلام عليكم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. സ്നേഹനിധികളായ മുഅ്മിനീങ്ങളെ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ ഈ സയ്യിദിയ മജ്ലിസിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. കമന്റ് ബോക്സിൽ ദുആ വസിയത്തുകൾ അറിയിച്ചവർ ഇൻഷാ അല്ലാഹ് നമ്മൾ മജ്ലിസിൽ വായിച്ച് അവർക്ക് വേണ്ടി പ്രത്യേകമായി ദുആ ചെയ്യും. അങ്ങനെ ധാരാളം ആളുകൾ ഈ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ചവര്. ഒരു മജ്ലിസ് ഇല്ലെങ്കിൽ തങ്ങളെ എന്തായിരുന്നു പ്രയാസം, എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ എന്ന് വിളിച്ചു ചോദിക്കുന്നവർ, അല്ലാഹുവേ നീ തളർത്തല്ലേ അല്ലാഹ്, നീ കൊയക്കല്ലേ അല്ലാഹ്. ഈ മജ്ലിസിലെ എപ്പോഴുമുള്ള ദുആ അവർക്ക് വേണ്ടിയാണ്. മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് വേണ്ടിയാണ്. ഞാൻ എപ്പോഴാണോ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് എന്റെ കരങ്ങൾ ഉയർത്തുന്നത്, അത് നിങ്ങൾക്ക് വേണ്ടിയാണ്. എൻ്റെ മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് വേണ്ടിയാണ്. അല്ലാഹുവേ, ഞങ്ങളെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്, ഞങ്ങളെ ദുആകളെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് നമ്മളെ മജ്ലിസ് പവിത്രമാക്കപ്പെട്ട മാസം, പരിശുദ്ധമാക്കപ്പെട്ട പുണ്യങ്ങൾ പെയ്തിറങ്ങുന്ന പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ കഴിഞ്ഞ് നമ്മളിലേക്ക് സുഹൃതങ്ങളുമായി വന്ന പരിശുദ്ധമാക്കപ്പെട്ട ശവ്വാൽ മാസം. ഒരു നിലക്കും ശവ്വാൽ മാസം എടങ്ങേറിന്റെയും പ്രയാസത്തിന്റെയും മാസമല്ല, നഹസിന്റെ മാസമല്ല. പരിശുദ്ധമാക്കപ്പെട്ട ശവ്വാൽ മാസം അതാരും ധരിച്ചു വെക്കരുത്. നല്ലൊരു മാസമാണ്. മഹാന്മാരായ ഔലിയാക്കൾ, ധാരാളം പണ്ഡിതന്മാർ, ധാരാളം മഹത്തുക്കള്, ധാരാളം ആലിമീങ്ങള്, ഔലിയാക്കള് മൺമറഞ്ഞു പോയ ഒരു മഹത്താക്കപ്പെട്ട മാസമാണ് പരിശുദ്ധമാക്കപ്പെട്ട ശവ്വാൽ മാസം. വലിയ പുണ്യമുള്ള മാസമാണ് പരിശുദ്ധമാക്കപ്പെട്ട ശവ്വാൽ മാസം. ഈ ശവ്വാൽ മാസത്തിൽ മഹത്താക്കപ്പെട്ട ദിക്റിന്റെ ദുആഇന്റെ മജ്ലിസ്, ധാരാളം ദിക്റുകൾ ചൊല്ലി, ധാരാളം ദിക്റുകൾ ചൊല്ലി, ഇസ്തിഗ്ഫാറുകൾ പറഞ്ഞു, സ്വലാത്ത് ചൊല്ലി കൂട്ടമായി നമുക്ക് ദുആ ചെയ്യണം. മുറാദുകൾ വായിച്ച് കമന്റ് ബോക്സിൽ എഴുതിയവരുടെ എല്ലാ മുറാദും വായിച്ച് നമുക്ക് കൂട്ടമായി ദുആ ചെയ്യുന്ന വലിയ മജ്ലിസാണ്. ആയിരങ്ങൾ പങ്കെടുക്കുന്ന മജ്ലിസ്. ഇനിയും ഇതിലേക്ക് ആളുകൾ വരണം. കുറെ ആളുകൾ ധരിച്ചു വെച്ചിട്ടുള്ളത് റമളാനിൽ മാത്രമുള്ളൂ മജ്ലിസ് എന്നാണ്. എല്ലാം ഇൻഷാ അല്ലാഹ് കഴിയുന്നത് മജ്ലിസ് എല്ലാ ദിവസങ്ങളും ഉണ്ടാകും. എന്തെങ്കിലും ഇടങ്ങേറുണ്ടെങ്കിൽ ഉണ്ടാവൂല, കാരണം നമുക്ക് മുൻകൂട്ടി പറയണല്ലോ. ആഫിയത്തോടുള്ള കാലം, പ്രയാസങ്ങളൊന്നുമില്ലെങ്കിൽ, ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ മജ്ലിസ് എന്നും ഉണ്ടാവും. ദിക്റ് പറയണം. എന്നും നമുക്ക് സുബഹി നിസ്കാരം കഴിഞ്ഞ് കുറച്ച് ദിക്റ് പറയാം. നമ്മളെ ദിവസത്തിന്റെ ആരംഭമാണല്ലോ. പ്രഭാത നിസ്കാരം, സുബഹി നിസ്കാരം കഴിഞ്ഞാൽ ഇരുത്തം ദിവസത്തിന്റെ ആരംഭമാണ്. അന്ന് ബുദ്ധിമുട്ടുണ്ടാവരുത്. ഒരു ഇടങ്ങേറിന്റെ ഒരു വാർത്ത നമ്മളെ കാതുകളെ കൊണ്ട് കേൾക്കാൻ പാടില്ല. ഒരു പ്രയാസവുമായി അന്നത്തെ ദിവസം ആരും നമ്മളെ അടുത്തേക്ക് വരാൻ പാടില്ല. നമ്മളൊരു പ്രയാസത്തിൽ പോയി ചാടാനും പാടില്ല, ചാടൂല്ല. ഇന്നലെ എനിക്കൊരു കോള് വന്നതാണ്. മജ്ലിസ് കഴിഞ്ഞ്, ഇന്നലത്തെ മജ്ലിസ് കഴിഞ്ഞ് ഒരു കോള് വന്നൊരു സഹോദരി വിളിച്ചിട്ട് പറഞ്ഞു, തങ്ങളെ, ഞാൻ എല്ലാ മജ്ലിസിലും പങ്കെടുക്കുന്നതാണ്. എന്റെ മകൻക്കൊരു ജോലി ഇല്ലായിരുന്നു, വലിയ പ്രയാസത്തിൽ ഇടങ്ങേറിലാണെന്നു. കാരണം ഭർത്താവില്ല, വിധവയാണ്, ഭർത്താവില്ല, ഒരേ ഒരു മകനേ ഉള്ളൂ, ജോലിയില്ല, പ്രയാസമില്ല. റമളാൻ എങ്ങനെയൊക്കെയാണ് കഴിച്ചു കൂട്ടിയെന്ന് എനിക്കറിയില്ല. വലിയ ബുദ്ധിമുട്ടിലാണ്. അപ്പോഴാണ് റമളാനിലാണ് തങ്ങളെ മജ്ലിസ് ഞാൻ കാണാനിടയായത്. അന്നു മുതൽ ഇരുന്നു തുടങ്ങി. തങ്ങൾ പറഞ്ഞിരുന്നല്ലോ, ആ സഹോദരി പറഞ്ഞതാ ഞാൻ പറയുന്നത്. തങ്ങൾ പറഞ്ഞിരുന്നല്ലോ, എന്ത് മുറാദുണ്ടെങ്കിലും കരുതി ആ മജ്ലിസിൽ ഇരിക്കാൻ. അതേപോലെ ഞാൻ ഇരുന്നു. എനിക്കൊരു മുറാദ്, മകൻക്കൊരു ഹൈറായ ജോലി വേണം. മകനാണ് കുടുംബത്തിന്റെ അത്താണി. നമുക്ക് 2 മക്കളുണ്ട്. കുറെ കാലമായി ജോലി ഇല്ലാതെ
കഴിയാതെ വീട്ടിലിങ്ങനെ ഇരിക്കുകയാണ്. അതിൽ വലിയ പ്രയാസത്തിലാണ് ഞങ്ങള്. ഞാൻ ആ മജ്‌ലിസിലുണ്ട്, ആ നിയ്യത്ത് വെച്ചിരുന്നു. നിയ്യത്ത് വെച്ച് ഞാൻ ഇരുന്നു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, മകൻക്കൊരു ഹൈറായ ജോലി ലഭിച്ചിട്ടുണ്ട്, സന്തോഷ വാർത്ത അറിയിച്ചതാണ്. ഞാൻ അവരോട് പറഞ്ഞത് ഒരിക്കലും ഇനി മുടക്കരുത്, മകൻക്ക് ജോലി കിട്ടിയല്ലോ, ഇനി മജ്‌ലിസൊന്നും വേണ്ട എന്നും പറഞ്ഞ് മജ്‌ലിസിനെ ഒഴിവാക്കരുത്. കണ്ടിരിക്കുക, അങ്ങോട്ടിരിക്കുക, അങ്ങോട്ട് ഇരുന്നോളൂ, ഇൻഷാ അല്ലാഹ്. റെഡിയാവാത്ത ആളുകള്, ഉത്തരം ലഭിക്കാത്തവരുണ്ടാവുമല്ലോ. നമ്മളെല്ലാവർക്കും ഉത്തരം ലഭിച്ചെന്ന് നമ്മൾ പറയുന്നില്ല, അത് പറയാൻ പാടില്ല, എനിക്കറിയാത്ത കാര്യമാണ്. ധാരാളം ആളുകൾ വിളിക്കുന്നുണ്ട്, കിട്ടാത്ത ആളുകൾ ഒരിക്കലും പായാക്കണ്ട, ഇരുന്നോളി. മനസ്സിൽ പിശാച് പേപ്പിക്കുന്ന നിങ്ങൾ പിശാച് പേപ്പിക്കും. എന്തിനാണ് ഇരിക്കുന്നത്? കുറെ ചൊല്ലിയിലെ എനിക്കെന്താ കിട്ടിയത്, എനിക്ക് എന്ത് ലഭിച്ചു ചോദിക്കും. അപ്പൊ നമ്മളിങ്ങനെ പിന്തിരിയാൻ തുടങ്ങും. പിശാചിന്റെ ശർറ് നല്ല ഉണ്ടാവും. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളെ, അതിലേക്കൊന്നും വക കൊടുക്കാതെ, കാതും കണ്ണും അതിലേക്ക് കൊടുക്കാതെ ഇൻഷാ അല്ലാഹ് ആത്മാർത്ഥതയോടുകൂടി ഇഖ്ലാസോടുകൂടി നോക്ക്, ഉത്തരം നിങ്ങൾക്ക് ലഭിക്കും. എന്റെ മുഅ്മിനീങ്ങൾ, അല്ലാഹുവേ ഞങ്ങൾക്ക് ഉത്തരം നൽകണേ അല്ലാഹ്. മഹത്താക്കപ്പെട്ട ദിക്റല്ലേ നമ്മൾ ചൊല്ലുന്നത്. നമ്മൾ ആദ്യമായി ചൊല്ലുന്ന ദിക്ർ അഫ്ളലുൽ കലാം, ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട വാക്കാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട വാക്കാണ്. അങ്ങനെ പറയുന്ന ദിക്റുകള്, ഇസ്തിഗ്ഫാർ, മഹത്താക്കപ്പെട്ട സ്വലാത്ത്, ഈ മാസത്തിൽ അധികരിപ്പിക്കേണ്ട സ്വലാത്ത്. അല്ലാഹു നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. മഹാന്മാരെ ഹദ്റത്തിലേക്ക് വിളിക്കുന്ന ഫാത്തിഹ, അവരൊക്കെ ഒരു നോട്ടവും കാവലും നമുക്കുണ്ടാവും. ഈ മജ്‌ലിസ് കാണുന്നവർക്ക് എല്ലാവർക്കും ഉണ്ടാവും. കാരണം രാവിലെ തന്നെയാണ് മഹാന്മാരെ പേര് നമ്മൾ ഫാത്തിഹ വിളിക്കുന്നത്. അവരെ കാവൽ ഉണ്ടാവാതിരിക്കോ ഇല്ലേ? അവരെ കാവൽ നിങ്ങൾക്ക് ഇല്ലാതിരിക്കോ ഇല്ലേ? അവരെ പേരിൽ എന്നും ഫാത്തിഹ വിളിക്കുകയാണ് നമ്മൾ. ഹബീബായ തങ്ങളെ പേരിൽ എന്നും ഫാത്തിഹ വിളിക്കുകയാണ്. ഞാൻ മുറുകെ പിടിക്കുന്ന മഹാന്മാരാണ് ഞാൻ വിളിക്കുന്ന ഫാത്തിഹ വിളിക്കുന്ന മഹാന്മാർ. അവരെ പേരിലാണ് നമ്മൾ ഫാത്തിഹ വിളിക്കുന്നത്. നിങ്ങൾക്ക് കാവലുണ്ടാവില്ലേ? എനിക്ക് കാവലുണ്ടായിട്ടുണ്ട്, നിങ്ങൾക്കുണ്ടാവും. എൻ്റെ മുഅ്മിനീങ്ങളെ, ആത്മാർത്ഥതയോടുകൂടി ആർക്കോ വേണ്ടി ചൊല്ലരുത്. നമ്മളെ മജ്‌ലിസ് സ്റ്റാർട്ട് ചെയ്താൽ ഇപ്പൊ നിങ്ങൾ എങ്ങനെയെങ്കിലും ഇരുന്നോളി, ആ മജ്‌ലിസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പിന്നെ നമ്മുടെ ലോകം വേറെയാണ്. പടച്ച റബ്ബിനെ മാത്രം നമ്മള് പ്രീതിപ്പെടുത്തിക്കൊണ്ട്, പടച്ച റബ്ബിനെ മാത്രം മുൻനിർത്തിക്കൊണ്ട്, അവനെ മാത്രം കണ്ടുകൊണ്ട് ഇൻഷാ അല്ലാഹ് ചൊല്ല്. ഇന്നു മുതൽ അങ്ങനെ ഇരിക്കുക. അല്ലാഹു നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഫാത്തിഹ വിളിക്കാൻ തുടങ്ങുകയാണ്. എല്ലാവരും ആത്മാർത്ഥതയോടുകൂടി ഇഖ്ലാസോടുകൂടി എൻ്റെ കൂടെ ഫാത്തിഹ ഓത്. അല്ലാഹു നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഓരോരോ മഖ്റജുകൾ നോക്കി കൊണ്ട് ഓതണം കേട്ടോ. ഓരോരോ അക്ഷരത്തിന് ഓരോരോ മഖ്റജ് ഉണ്ട്. ഇൻഷാ അല്ലാഹ് അത് ശ്രദ്ധിച്ച് ഓതണേ ഇൻഷാ അല്ലാഹ്. إلى حضرة حبيبنا وشفيعنا مصطفى محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين.
آمين وإلى حضرة سيدنا وسندنا قطب رباني والعوس السمداني ملاذنا الشيخ محي الدين عبد القادر الجيلاني قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا سلطان العارفين أحمد الكبير الرفائي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا أبو الحسن الشاذلي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا فقر الدماء والسلواري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا سلطان الحمد خواجة معين الدين الجستير الأجميري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا إبراهيم بادشاي بدي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا شاه الأمين الناوري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا داود الحكيم الطفيلي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين.
وإلى حضرة سيدنا وسندنا قطب الزمان السيد علوي المنفرمي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا قطب الزمان جدي باحسن جبلني كدلندي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا سليمان جن قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا سيما مدوري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة من ماتوا منا خاصة. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. أرحم الراحمين يا തമ്പുരാനെ ഞങ്ങളോദിയ ഫാത്തിഹയെ സ്വീകരിക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. ഞങ്ങൾ വിളിച്ച മഹാന്മാരുടെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. നിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് ഞങ്ങളെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളെ മജ്ലിസിൽ ഇരിക്കുന്നവർക്ക് ധാരാളം മുറാദുകളുണ്ട് അല്ലാഹ്. നീ ഹസിലാക്കണേ അല്ലാഹ്. വലുതും ചെറുതുമായ എല്ലാ മുറാദും നീ ഹസിലാക്കണേ അല്ലാഹ്. അവരുടെ ഉദ്ദേശങ്ങളെ നീ പൂവണിച്ചു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾ വിളിച്ച ഫാത്തിഹ നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ കബൂലാക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ദിക്റിന്റെ മജ്ലിസിലേക്ക് നമ്മൾ കടക്കുകയാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി നമ്മൾ ഓരോ ദിക്ർ പറയുന്ന സമയത്ത് അതോടുകൂടി ജദ്ദിദു ഈമാനക്കും വനവ്വിറു ഖുലൂബക്കും വസയ്യിനു അൽസിനതക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു
illallah, la ilaha 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 illallah. റഹ്മാനുർ റഹീമായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ഞങ്ങൾ ചൊല്ലിയ തഹ്ലീലിനെ സ്വീകരിക്കണം അല്ലാഹ്, ദിക്റിനെ സ്വീകരിക്കണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ധാരാളം ആളുകൾ മൗത്തായി പോയി അല്ലാഹ്, അവരെ ഖബറിലേക്ക് ഈ തഹ്ലീലിനെ എത്തിക്കണം അല്ലാഹ്. ഒരു നൂറാനിയത്തായി ഒരു പ്രകാശമായി അല്ലാഹുവേ നീ എത്തിക്കണം അല്ലാഹ്. അല്ലാഹുവേ നീ സ്വീകരിക്കണം അല്ലാഹ്, നീ കബൂലാക്കണം അല്ലാഹ്. ഞങ്ങളെ പ്രയാസങ്ങൾ നീ മാറ്റി നൽകണം അല്ലാഹ്, ഞങ്ങളെ ബുദ്ധിമുട്ടുകൾ നീ തീർത്ത് നൽകണം അല്ലാഹ്. ഈ മജ്ലിസിൽ ഇരിക്കുന്നവർക്ക് ധാരാളം മുറാദുകളുണ്ട് അല്ലാഹ്, നീ ഹസിലാക്കി കൊടുക്കണം അല്ലാഹ്. ഈ തഹ്ലീലിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് നീ ഹസിലാക്കി കൊടുക്കണം അല്ലാഹ്, നീ ഹസിലാക്കണം അല്ലാഹ്. ഞങ്ങൾ നിന്നെ കബൂലാക്കണം അല്ലാഹ്, ഞങ്ങൾ നിന്നെ കബൂലാക്കണം അല്ലാഹ്. ഇൻഷാ അല്ലാഹ് അടുത്തത് ഒരു 33 പ്രാവശ്യം യാ ഹയ്യു യാ ഖയ്യൂം. എല്ലാ പ്രയാസങ്ങളും ഈ ദിക്റിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് മാറട്ടെ, എല്ലാ ബുദ്ധിമുട്ടുകളും തീരട്ടെ, എല്ലാ പ്രതിസന്ധികളും അല്ലാഹുവേ നീ തരണം ചെയ്യണേ അല്ലാഹ്. ഈ ദിക്റിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് മജ്ലിസിൽ ഇരിക്കുന്നവർക്ക് ധാരാളം മുറാദുണ്ട്, നീ ഹസിലാക്കണം. യാ ഹയ്യു യാ ഖയ്യൂം, 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 യാ ഹയ്യു യാ ഖയ്യൂം. അർഹമുർ റഹീമീനായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ഈ ദിക്റിനെ സ്വീകരിക്കണം അല്ലാഹ്, ഈ ദിക്റിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് അല്ലാഹ് ഞങ്ങളുടെ ഉദ്ദേശം നീ സഫലീകരിക്കണം അല്ലാഹ്. മജ്ലിസിൽ ഇരിക്കുന്നവർക്ക് ധാരാളം മുറാദുകളുണ്ട് അല്ലാഹ്, നീ ഹസിലാക്കി കൊടുക്കണം അല്ലാഹ്, നീ പോണീച്ച് കൊടുക്കണം അല്ലാഹ്. ധാരാളം കടങ്ങളിൽ പ്രയാസപ്പെടുന്നവർ മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാഹ്, അല്ലാഹുവേ നീ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണം അല്ലാഹ്, നീ എളുപ്പമാക്കണം അല്ലാഹ്. ലക്ഷക്കണക്കിന് കടമുള്ളവർ, കോടിക്കണക്കിന് കടമുള്ളവരുണ്ട് അല്ലാഹ്, ഷഹീദിന് പോലും പൊറുക്കാത്ത കടബാധ്യത ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാഹ്, നീ നൽകല്ല അല്ലാഹ്. ഈ ദിക്റിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ കടങ്ങളെ പരിപൂർണമായി നീ തീർത്ത് നൽകണം അല്ലാഹ്, നീ തീർത്ത് നൽകണം അല്ലാഹ്. ഇൻഷാ അല്ലാഹ് അടുത്തത് മജ്ലിസിൽ കുറച്ച് ഇസ്തിഗ്ഫാർ ഒരു 33 പ്രാവശ്യം നമ്മളെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ, നമ്മളെ മനസ്സിലുള്ള കറകളെ മായ്ച്ചു കളയാൻ ഒരു മഹത്താക്കപ്പെട്ട ഇസ്തിഗ്ഫാർ, എല്ലാവർക്കും ചൊല്ലാൻ പറ്റുന്ന ഇസ്തിഗ്ഫാർ.
അസ്തഗ്ഫിറുല്ലാഹൽ അലീം 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അർഹമുർ റഹീമീനായ രാജാധിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ഈ ഇസ്തിഗ്ഫാർ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളെ പാപങ്ങളെ നീ കഴുകി കളയണേ അല്ലാഹ്, ഞങ്ങളെ പാപങ്ങളെ നീ പുറത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ പാപങ്ങളെ നീ കഴുകി ശുദ്ധീകരിക്കണേ അല്ലാഹ്, ശുദ്ധീകരിക്കണേ അല്ലാഹ്. ഈ ഇസ്തിഗ്ഫാറിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് അടുത്തത് മഹത്താക്കപ്പെട്ട ദിക്ർ. എല്ലാവരും എൻ്റെ കൂടെ ഒരു 11 പ്രാവശ്യം ചൊല്ല്. ഒരു തബറുക്കിന് വേണ്ടി, ബർക്കത്തിന് വേണ്ടി 11 പ്രാവശ്യം ചൊല്ല്. കൂടുതലൊന്നുമില്ല, ഒരു 11 പ്രാവശ്യം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. റഹ്മാൻ റഹീമീനായ അല്ലാഹ്, ഈ മഹത്താക്കപ്പെട്ട ദിക്ർ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഇതിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ നീ പൂർണ്ണീച്ച് നൽകണേ അല്ലാഹ്. ധാരാളം മുറാദുകളുള്ളവർ മജ്ലിസിലുണ്ട് അല്ലാഹ്, നീ സഫലീകരിച്ച് കൊടുക്കണേ അല്ലാഹ്. ഒരു വീടില്ലാത്തവര്, വീടിന് കൊതിക്കുന്നവർ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട് അല്ലാഹ്. ഒരു ഹൈറായ ഭവനം നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഒരു കുഞ്ഞിക്കാല് കൊതിക്കുന്നവരുണ്ട് അല്ലാഹ്. അല്ലാഹുവേ, സ്വാലിഹത്തായ സ്വാലിഹീങ്ങളായ മക്കളെ നീ കൊടുക്കണേ അല്ലാഹ്. അത് കൺകുളിർമയോടെ കാണാൻ അല്ലാഹു അവർക്ക് ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. നീ തൗഫീഖ് കൊടുക്കണേ അല്ലാഹ്. ജോലിയില്ലാത്തവര് മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാഹ്. ഒരു ഹൈറായ ജോലി നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്, നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ബുദ്ധിമുട്ടുകളെ നീ തീർത്ത് നൽകണേ അല്ലാഹ്. പ്രയാസങ്ങളെ നീ അകറ്റി നൽകണേ അല്ലാഹ്. തടസ്സങ്ങളെ നീ തീർത്ത് നൽകണേ അല്ലാഹ്.
അടുത്ത ദിക്ർ ഇൻഷാ അല്ലാഹ്. അടുത്ത ദിക്ർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. 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 റഹ്മാൻ റഹീമീനായ അല്ലാഹ്, ഈ ദിക്ർ നീ സ്വീകരിക്കണം അല്ലാഹ്, നീ കബൂലാക്കണം അല്ലാഹ്. ഞങ്ങളെ പ്രയാസങ്ങൾ നീ മാറ്റി നൽകണം അല്ലാഹ്, ബുദ്ധിമുട്ടുകളെ നീ തീർത്ത് നൽകണം അല്ലാഹ്. ധാരാളം രോഗികൾ മജ്‌ലിസ് കാണുന്നവരുണ്ട് അല്ലാഹ്. അല്ലാഹുവേ, രോഗങ്ങൾ പരിപൂർണമായ ശിഫാ നീ നൽകണം അല്ലാഹ്. ഈ ദിക്റിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് മാരകമായ രോഗങ്ങൾ അല്ലാഹ് ഞങ്ങൾക്ക് നൽകല്ല അല്ലാഹ്. മാരകമായ ക്യാൻസർ രോഗം നൽകല്ല അല്ലാഹ്, ട്യൂമർ നൽകല്ല അല്ലാഹ്, അറ്റാക്ക് ഞങ്ങൾക്ക് നൽകല്ല അല്ലാഹ്. അല്ലാഹുവേ, പേടിപ്പെടുത്തുന്ന ഭീതിപ്പെടുത്തുന്ന രോഗങ്ങളല്ലോ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാഹ്, നീ നൽകല്ലേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് അടുത്ത ദിക്ർ ഒരു പവർഫുൾ ആയിട്ടുള്ള ദിക്റാണ്. നമ്മളെ കാര്യങ്ങൾ നേടിയെടുക്കാൻ, നമ്മളെ പ്രയാസങ്ങൾ മാറാൻ ഈ ദിക്ർ ചൊല്ലിക്കോ. മഹാന്മാരായ അമ്പിയാക്കൾ ചൊല്ലിയ ദിക്റാണ് ചൊല്ലിക്കോ. പ്രയാസഘട്ടത്തില് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ചൊല്ലിക്കോ. ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. 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 റഹ്മാൻ റഹീമീനായ തമ്പുരാനെ, ഈ ദിക്ർ നീ സ്വീകരിക്കണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ വല്ലാത്ത പ്രയാസത്തിലാണ് അല്ലാഹ്, അതിൽ നിന്ന് വലിയ കര ഞങ്ങൾക്ക് നീ കാണിക്കണം അല്ലാഹ്. കടത്തിലാണ് അല്ലാഹ്, ധാരാളം വിഷമത്തിലാണ് അല്ലാഹ്, ടെൻഷനിലാണ് അല്ലാഹ്, മാനസിക പ്രയാസത്തിലാണ് അല്ലാഹ്. അല്ലാഹുവേ, പൈശാചികമായ ഉപദ്രവത്തിലാണ് അല്ലാഹ്. അല്ലാഹുവേ, ഇതിനൊക്കെ വലിയ കര അല്ലാഹ് നീ കാണിക്കണം അല്ലാഹ്. ഈ ദിക്റിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് പ്രയാസങ്ങളിൽ നിന്നല്ലാഹ് നീ കരകയറ്റണേ അല്ലാഹ്, നീ കരകയറ്റണേ അല്ലാഹ്, നീ കരകയറ്റണേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് അടുത്തത് മജ്‌ലിസിൽ കുറച്ച് സ്വലാത്തുകൾ നമുക്ക് ചൊല്ലാം. ഹബീബായ റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക്, അവിടുത്തെ കരളിന്റെ കഷ്ണമായ മഹദിയായ ഫാത്തിമ ബീവി ചൊല്ലിയ സ്വലാത്ത് എൻ്റെ ഉമ്മമാരെ, എൻ്റെ സഹോദരിമാരെ നിങ്ങൾ ചൊല്ലണേ. മഹദിയായ ഫാത്തിമ ബീവി ചൊല്ലിയ സ്വലാത്ത് ഈ മാസത്തിൽ നിങ്ങൾ ചൊല്ല്, ഈ മാസത്തിൽ നിങ്ങൾ ചൊല്ല്. അല്ലാഹുമ്മ സല്ലി അലൻ നൂരി വഹ്ലി, اللهم صل على النور وهلي، 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 اللهم صل على النور
النور وأهلي اللهم صل على 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 النور وأهلي അർഹമുർറഹീമീനായ അല്ലാഹ് ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിന് ഹബീബായ റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ് നീ എത്തിക്കണേ അല്ലാഹ് അതിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ച് നൽകണേ അല്ലാഹ് ഞങ്ങളുടെ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ് നീ ഹാസിലാക്കണേ അല്ലാഹ് അർഹമുർറഹീമീനായ അല്ലാഹ് ധാരാളം സഹോദരിമാർ മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാഹ് മഹദിയായ ഫാത്തിമ ബീവിയോടുകൂടെ അവരെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ അല്ലാഹ് നീ പ്രവേശിപ്പിക്കണേ അല്ലാഹ് ഞങ്ങളെ മജ്ലിസിനെ ഇഷ്ടപ്പെടുന്ന ധാരാളം സഹോദരിമാരുണ്ട് അല്ലാഹ് ഒരു സഹോദരിക്കും അല്ലാഹ് സ്തനർബുദം നീ കൊടുക്കല്ലേ അല്ലാഹ് സ്തനത്തിന്റെ ഭാഗത്ത് മുഴവന്ന് കുരുവന്നത് മുറിച്ചു മാറ്റുന്ന അവസ്ഥ അല്ലാഹ് മജ്ലിസ് കാണുന്ന ഒരു സഹോദരിക്കും ഒരു ഉമ്മാക്കും നീ കൊടുക്കല്ലേ നീ കൊടുക്കല്ലോ അല്ലാഹ് ഒരു മജ്ലിസിനെ ഹൃദയത്തോട് വെച്ച് വെക്കുന്നവരാണ് അല്ലാഹ് ഒരു മജ്ലിസ് കണ്ടില്ലെങ്കിൽ തങ്ങള് എന്തായിരുന്നു പ്രയാസം എന്ന് ചോദിക്കുന്നവരാണ് അല്ലാഹ് നീ കൊയക്കല്ലോ അല്ലാഹ് നീ തളർത്തല്ലോ അല്ലാഹ് അവർക്ക് ബുദ്ധിമുട്ടോ അടങ്ങാറോ നീ കൊടുക്കല്ലേ തമ്പുരാനേ. കഴിഞ്ഞ മജ്ലിസിൽ ഇൻഷാ അല്ലാഹ് ഇന്നലത്തെ മജ്ലിസിൽ ധാരാളം ദുആ വസിയത്തുകളുണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് കുറച്ച് വായിക്കാം. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. കൊച്ചുമകൾ റാഹത്തായി വിദ്യാഭ്യാസം ചെയ്യാനും സ്വാലിഹീങ്ങളായി തുടരാനും ദുആ ചെയ്യണേ തങ്ങളെ അല്ലാഹുവേ. അവരെ പഠനത്തിൽ അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ്. മകളുടെ പഠനത്തിൽ അല്ലാഹുവിനെ അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ്. സ്വാലിഹീങ്ങളിൽ ചേർക്കണേ തമ്പുരാനെ. തങ്ങളെ എൻ്റെ മോൻ ഗൾഫിൽ ഒരു കടയിൽ ജോലി ചെയ്യുകയാണ്. അവിടുന്ന് നേരാവണ്ണം ശമ്പളം കിട്ടാറില്ല, വലിയ പ്രയാസത്തിലാണ്. തങ്ങളെ ദുആ ചെയ്യണേ അല്ലാഹുവേ. അല്ലാഹുവേ സാലറി കൊടുക്കാനുമുള്ള മനസ്സ് അല്ലാഹുവേ അവർക്ക് നീ കൊടുക്കണേ അല്ലാഹ്. അതിൻ്റെ ഓണർമാർക്ക്, അതിൻ്റെ മുതലാളിമാർക്ക്, അത് കൈകാര്യം ചെയ്യുന്നവർക്ക് അല്ലാഹുവേ സാലറി കൊടുക്കാനുള്ള മനസ്സ് നീ കൊടുക്കണേ അല്ലാഹ്. ജോലിയിലെ പ്രയാസം നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. മുറാദുകൾ ഹസിലാവാൻ ദുആ ചെയ്യണം അല്ലാഹു. മുറാദുകൾ നീ ഹസിലാക്കി കൊടുക്കണേ അല്ലാഹ്. ഹജ്ജിന് പോവാനും അതിനുള്ള തൗഫീഖ് ലഭിക്കാൻ തങ്ങളെ ദുആ ചെയ്യണം അല്ലാഹുവേ. ആ പുണ്യമാക്കപ്പെട്ട കർമ്മത്തിൽ എത്തിപ്പെടാൻ അല്ലാഹു അവർക്ക് നീ തൗഫീഖ് കൊടുക്കണേ അല്ലാഹ്. ഹജ്ജും ഉംറയും നിർവഹിക്കാൻ അല്ലാഹുവേ നീ ഭാഗ്യം കൊടുക്കണേ തമ്പുരാനെ. അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം. ദുആയിൽ ഉൾപ്പെടുത്തണേ ഉസ്താദേ. ഇൻഷാ അല്ലാഹ് ദുആയിൽ ഉൾപ്പെടുത്തും. മജ്ലിസ് കാണുന്നവർക്ക് ഇൻഷാ അല്ലാഹ് അവരെല്ലാ പ്രയാസത്തിനു വേണ്ടി എഴുതി അറിയിക്കാൻ കഴിയാത്തവർക്കും ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ ചെയ്യും. ഞാൻ കഴിഞ്ഞ പറഞ്ഞ ആ കാര്യം, ഒരു സഹോദരി വിളിച്ചത് മകൻക്ക് ജോലി കിട്ടിയത് അവർ പറഞ്ഞതാണ്, നിങ്ങളെ എനിക്ക് എഴുതി അറിയിക്കാൻ അറിയില്ല, അതാണ് തങ്ങളെ ഞാൻ വിളിച്ചത്. ഇൻഷാ അല്ലാഹ് എഴുതി അറിയിക്കാൻ അറിയാത്ത ധാരാളം ആളുകളുണ്ട്, അവരൊക്കെ ഇൻഷാ അല്ലാഹ് ദുആയിൽ ഉൾപ്പെടുത്തും. ഞങ്ങളിപ്പാ ഒരുപാട് പ്രയാസങ്ങളുണ്ട്, അല്ലാഹു പ്രയാസം നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്.
തങ്ങൾ എൻ്റെ മകൾക്കും എനിക്കും എൻ്റെ മരിച്ചുപോയ ഭർത്താവിനും ഉപ്പാക്കും വേണ്ടിയും എല്ലാ കാര്യത്തിനും പ്രത്യേകം നിങ്ങൾ ദുആ ചെയ്യണം. അല്ലാഹുവേ, മരിച്ചുപോയ ഉപ്പാടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണം അല്ലാഹ്. ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹുവേ ദീർഘായുസ്സുള്ള ആഫിയത്ത് നീ പ്രദാനം ചെയ്യണം അല്ലാഹ്. അവരുടെ എല്ലാ പ്രയാസവും നീ മാറ്റി കൊടുക്കണം അല്ലാഹ്. അവരുടെ ബുദ്ധിമുട്ടുകൾ നീ തീർത്ത് സലാമത്ത് നീ കൊടുക്കണം അല്ലാഹ്. ഉസ്താദേ, എൻ്റെ മാരേജ് ശരിയാവാൻ ദുആ ചെയ്യണം അല്ലാഹുവേ. എത്രയും പെട്ടെന്ന് അല്ലാഹു ഒരു ഇണയെ നീ അടുപ്പിക്കണം അല്ലാഹ്. എൻ്റെ മോന് 33 വയസ്സായി, ഖൈറായി വിവാഹം പെട്ടെന്ന് നടക്കാൻ ദുആ ചെയ്യണം ഉസ്താദേ. അല്ലാഹുവേ, ഖൈറായി ഒരു ഇണയെ പൊന്നുമോൻക്ക് നീ അടുപ്പിക്കണം അല്ലാഹ്. ദുആ വസിയത്തോടെ തങ്ങളെ ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് മോൾക്ക് എക്സാമിൽ ദുആ ചെയ്യാം. അല്ലാഹു എക്സാമിൽ ഖൈറായ മാർക്ക് നീ കൊടുക്കണേ അല്ലാഹ്. ഉന്നത വിജയം കൊടുക്കണേ അല്ലാഹ്. കടങ്ങൾ ഒരുപാടുണ്ട് അല്ലാഹു, വീട്ടാനുള്ള മാർഗ്ഗം നീ എളുപ്പമാക്കണേ അല്ലാഹ്. അങ്ങനെ ധാരാളം ദുആ വസിയത്തുകൾ ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് എല്ലാവരുടെയും മുറാദ് നീ ഹാസിലാക്കണേ അല്ലാഹ്. എല്ലാവരുടെയും മുറാദ് നീ ഹാസിലാക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തുകൾ അറിയിക്കാനുള്ളവർ ഇൻഷാ അല്ലാഹ് എഴുതി അറിയിക്കുക. അടുത്ത മജ്ലിസിൽ അവർക്ക് വേണ്ടി നമ്മൾ പ്രത്യേകമായി ദുആ ചെയ്യും. അല്ലാഹുവേ, അവരുടെ പ്രയാസം നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. എടങ്ങേറുകളെ നീ തീർത്ത് സലാമത്ത് കൊടുക്കണേ അല്ലാഹ്. നമ്മൾ ദുആ ചെയ്യാൻ പോണം. അല്ലാഹുവേ, എല്ലാവരുടെയും പ്രയാസം നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. آمين. الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد الفاتح لما علق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. يا رحمن يا الله، يا ملك يا الله، يا قدوس يا الله، يا سلام يا الله، يا مؤمن يا الله، يا معين يا الله، يا عزيز يا الله، يا جبار يا الله، يا متكبر يا الله، يا خالق يا الله، يا رافع يا الله، يا مذل يا الله، يا سميع يا الله، يا ذا الجلال والإكرام يا الله. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. يا ودود يا ودود يا ودود يا الله. أرحم الراحمين يا راجاد راجناയ മലിക്കുൽ ജബ്ബാറായ മലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. അർഹമർ റഹീമീനായ തമ്പുരാനെ, അടിമകളായ ഞങ്ങൾ യജമാനനായ നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ ഖൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്. നീ ഖൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്. നീ ഖൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്. ഞങ്ങളെ ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്. ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്. ഹസദില്ലാത്ത കിബ്റില്ലാത്ത നല്ല സംശുദ്ധമായ ഹൃദയങ്ങളാക്കണേ അല്ലാഹ്. ഹൃദയങ്ങളാക്കണേ തമ്പുരാനെ. ഈ പവിത്രമാക്കപ്പെട്ട ദിനത്തിൽ അല്ലാഹ്, ഞങ്ങളിതാ നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ദുആക്ക് നീ ഉത്തരം നൽകണേ അല്ലാഹ്. ഉത്തരം നൽകണേ തമ്പുരാനെ. ഞങ്ങളെ മജ്ലിസിൽ ഞങ്ങൾ ചൊല്ലിയ ദിക്റുകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ കബൂലാക്കണേ അല്ലാഹ്. ധാരാളം മുറാദുകൾ അവർ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട് അല്ലാഹ്. നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ കബൂലാക്കണേ അല്ലാഹ്. ഈ ദിവസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട്, മാസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ, ഞങ്ങളിൽ കഴിഞ്ഞു പോയ മാസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ, അവരെ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാഹ്. അവരുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ച് നൽകണേ അല്ലാഹ്. ധാരാളം മുറാദുള്ളവർ തങ്ങളെ ദുആ ചെയ്യണേ. മജ്ലിസിൽ പ്രത്യേകമായി ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അവരെ മുറാദ് അല്ലാഹ് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാമല്ലോ തമ്പുരാനെ. നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. നമ്മളെ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത്
ചേർത്ത് വെക്കുന്നവര് എൻ്റെ സഹോദരിമാര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ഭർത്താക്കന്മാരെ കാര്യം പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എൻ്റെ സഹോദരിമാരുണ്ട് അല്ലാഹ്. ഭർത്താക്കന്മാരെ നന്നാക്കണേ അല്ലാഹ്. അല്ലാഹു അവർക്ക് ഹൈറായ ജോലി കൊടുക്കണേ അല്ലാഹ്. ജോലി ഉള്ളവർക്ക് അല്ലാഹ് അതിൽ വലിയ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്. അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ്. അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹു അവരെ ദുശീലങ്ങളെ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. അവരെ സ്വഭാവങ്ങളെ നീ നന്നാക്കണേ അല്ലാഹ്. അവരെ ജീവിതത്തിൽ ഐക്യം നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. റാഹത്തോടുകൂടി മനസ്സമാധാനത്തോടുകൂടി മരണം വരെ ജീവിക്കാൻ അവർക്ക് ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. മക്കളെ കാര്യം പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എൻ്റെ സഹോദരിമാരുണ്ട് അല്ലാഹ്. എൻ്റെ സഹോദരന്മാരുണ്ട് അല്ലാഹ്. മക്കളെ നന്നാക്കണേ അല്ലാഹ്. റൗഡികളും തമ്മാടികളും ആക്കല്ലേ അല്ലാഹ്. ലഹരിക്കടിമപ്പെടുന്ന മക്കളാക്കി ഞങ്ങളെ മക്കളെ മാറ്റില്ല അല്ലാഹ്. മക്കളെ കാരണത്താൽ കണ്ണീര് വാർക്കേണ്ട ഒരവസ്ഥ അല്ലാഹുവേ ഈ മജ്ലിസ് കാണുന്ന ഒരു മാതാപിതാക്കൾക്കും അല്ലാഹുവേ നീ കൊടുക്കല്ലേ അല്ലാഹ്. നീ കൊടുക്കല്ലേ അല്ലാഹ്. റൗഡികളാക്കല്ലേ അല്ലാഹ്. തമ്മാടികളാക്കല്ലേ അല്ലാഹ്. വീടിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഉപകരിക്കുന്ന നല്ല സ്വാലിഹീങ്ങളായ മക്കളെയാക്കണേ അല്ലാഹ്. മക്കളാക്കണേ അല്ലാഹ്. മക്കളാക്കണേ അല്ലാഹ്. കടമാണ് തങ്ങളെ, വലിയ പ്രയാസത്തിലാണ് തങ്ങളെ. ലക്ഷക്കണക്കിന് കടമുണ്ട്, കോടിക്കണക്കിന് കടമുണ്ട് തങ്ങളെ. ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ഈ നല്ല ഒരു ദിവസത്തിൽ അല്ലാഹ് സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ ഉയർത്തുന്ന കരങ്ങള് അല്ലാഹ് നീ തട്ടി മാറ്റല്ലേ അല്ലാഹ്. അവരെ കടങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹു ലക്ഷക്കണക്കിന് കടമുണ്ടെങ്കിലും കോടിക്കണക്കിന് കടമുണ്ടെങ്കിലും അല്ലാഹുവേ തീർക്കാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാഹ്. ഷഹീദിന് പോലും പൊറുക്കാത്ത കടബാധ്യത അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. നീ നൽകല്ലേ അല്ലാഹ്. ഞങ്ങളെ കണ്ണടയുന്നതിന് മുമ്പ് കടങ്ങൾ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാഹ്. നീ എളുപ്പമാക്കണേ തമ്പുരാനെ. ഒരു വീടില്ല തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാഹ്. ഹൈറായ ഭവനം നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഹൈറായ ഭവനം നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. റഹ്മാൻ റഹീമീനായ തമ്പുരാനെ. മക്കളെ കാര്യം പറഞ്ഞുകൊണ്ട് അവരെ വിവാഹ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ഒരു ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാഹ്. സ്വലീഹീങ്ങളായ ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാഹ്. നീ അടുപ്പിച്ച് കൊടുക്കണേ അല്ലാഹ്. അവരുടെ ജോലി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രയാസം പറഞ്ഞു ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ഹൈറായ ജോലി മക്കൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. വിസിറ്റിങ്ങിന് പോയതാണ് തങ്ങളെ. 3-4 മാസമായി റൂമിലാണ്. CV ധാരാളം ഓഫീസുകളിൽ കൊടുത്തു. ഒരു വിളിയുമില്ല തങ്ങളെ. ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാഹ്. സങ്കടം പറഞ്ഞവരുണ്ട് അല്ലാഹ്. മക്കൾക്ക് ഹൈറായ ജോലി നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ് ഞങ്ങളെ നന്നാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നല്ല മനസ്സ് നീ നൽകണേ അല്ലാഹ്. ധാരാളം രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. രോഗങ്ങളെ നീ പരിപൂർണമായി ശിഫാ നീ നൽകണേ അല്ലാഹ്. മാരകമായ ക്യാൻസർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. ട്യൂമർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. അറ്റാക്ക് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. അല്ലാഹുവേ നിത്യ രോഗികളാക്കി ഞങ്ങളെ മാറ്റല്ലേ അല്ലാഹ്. പ്രഷർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. പ്രമേഹം ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. അല്ലാഹുവേ കൊളസ്ട്രോൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. ഊരവേദനയിൽ പ്രയാസപ്പെടുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. നീ ശിഫാ പ്രദാനം ചെയ്യണേ അല്ലാഹ്. കാൽവേദനയിൽ പ്രയാസപ്പെടുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അല്ലാഹുവേ നീ പരിപൂർണമായി ശിഫാ നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. കിഡ്നി സംബന്ധമായ രോഗികള്, ലിവർ സംബന്ധമായ രോഗികള്, വയറ് സംബന്ധമായ രോഗികള്, ഹൃദയ സംബന്ധമായ രോഗികള്, അല്ലാഹുവേ തല സംബന്ധമായ രോഗികള്, കാത്
സംബന്ധമായ രോഗികളെ, കൺസംബന്ധമായ രോഗികളെ അല്ലാഹുവേ നീ പരിപൂർണ ശിഫാ പ്രദാനം ചെയ്യണേ അല്ലാ. മൈഗ്രീന്റെ തലവേദനയിൽ പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ, നീ പരിപൂർണ ശിഫാ നീ പ്രദാനം ചെയ്യണേ അല്ലാ. കൺകാഴ്ച മങ്ങി വരുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ, കാഴ്ച ശക്തി നീ പ്രദാനം ചെയ്യണേ അല്ലാ. കേൾവി ശക്തി കുറഞ്ഞു വരുന്നവരുണ്ട് അല്ലാ, അല്ലാഹുവേ കേൾവി ശക്തി നീ പ്രദാനം ചെയ്യണേ അല്ലാ. ഞങ്ങളെ ശരീരത്തിൽ അല്ലാ ഒരു രോഗവും നീ നൽകല്ല അല്ലാ, നീ നൽകല്ല തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങൾ സമ്പാദിച്ച സമ്പത്ത് മുഴുവൻ ഹോസ്പിറ്റലിൽ പോയി കൊണ്ടുപോയി കെട്ടിവെക്കേണ്ട അസുഖങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ, നീ നൽകല്ല അല്ലാ, നീ നൽകല്ല അല്ലാ. മൂത്രത്തിന് പൈപ്പിട്ട്, കാഷ്ടത്തിന് പൈപ്പിട്ട്, ഭക്ഷണത്തിന് പൈപ്പിട്ട് ഒരു മൂലയിൽ കിടക്കേണ്ട അസുഖങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ, നീ നൽകല്ല തമ്പുരാനെ. മരണം ഹൈറാകുന്ന സമയത്ത് എല്ലാവരുടെ സാന്നിധ്യത്തിൽ നല്ലത് ചൊല്ലിപ്പറഞ്ഞു മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാ, ഞങ്ങളെ ചേർക്കണേ അല്ലാ. അർഹമർ റഹീമീനായ അല്ലാ, ധാരാളം പ്രവാസികളെ ഞങ്ങളെ മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാ, ഞങ്ങളെ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവരുണ്ട് അല്ലാ, മജ്ലിസിലേക്ക് സഹായിക്കുന്നവരുണ്ട് അല്ലാ, സഹകരിക്കുന്ന പ്രവാസികളുണ്ട് അല്ലാ. എൻ്റെ പ്രവാസികളെ നീ കൊയക്കല്ല അല്ലാ, നീ തളർത്തല്ല അല്ലാ, അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാ, അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ല അല്ലാ. അവിടുന്ന് മരണപ്പെട്ട് പെട്ടിയിലാക്കി ജനാസ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന അവസ്ഥ ഒരു പ്രവാസിക്കു നീ കൊടുക്കല്ല അല്ലാ. അല്ലാഹുവേ ആമീൻ പറയുന്ന ഒരു ആമീൻ പറയുന്ന പ്രവാസികളുടെ ഭാര്യമാരുണ്ട് അല്ലാ, അവർക്ക് കൊടുക്കല്ല അല്ലാ, നീ കൊടുക്കല്ല തമ്പുരാനെ. തനാസുൽ മാറി കിട്ടിയിട്ടില്ല തങ്ങളെ, ഈ കാമ റെഡിയായിട്ടില്ല, ദുആസിനെന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ, ആ പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് റാഹത്ത് നീ പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവേ ധാരാളം ദ്വീപിലുള്ള എൻ്റെ സഹോദരന്മാർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ, എൻ്റെ ദ്വീപുകാരൻ നീ കൊയക്കല്ല അല്ലാ, നീ തളർത്തല്ല അല്ലാ, അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാ, അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ല അല്ലാ. ഞങ്ങളുമായി അഭേദ്യമായ ബന്ധമുള്ളവരാണ് ദ്വീപുകാർ, അവരെ കൊയക്കല്ല അല്ലാ, നീ തളർത്തല്ല തമ്പുരാനെ. ധാരാളം ആളുകൾ മജ്ലിസ് അല്ലാ, ഒരു മജ്ലിസ് പോലും മുടക്കാത്തവരുണ്ട് അല്ലാ, അവരെ നീ കൊയക്കല്ല അല്ലാ, അവർക്ക് പ്രയാസം കൊടുക്കല്ല അല്ലാ, അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലുന്ന ദിക്റിന്റെ ഹക്ക് ജാഉ ബർക്കത്ത് കൊണ്ട് അവരെ കടങ്ങളെ നീ വീട്ടി കൊടുക്കണം അല്ലാ, അവരെ പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണം അല്ലാ, അവരെ മുസീബത്തുകളെ നീ തീർത്ത് സലാമത്തവർക്ക് നീ പ്രദാനം ചെയ്യണം അല്ലാ. ഞങ്ങൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് അല്ലാ, ആക്സിഡന്റ് അപകട മരണങ്ങൾ അല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ. നടുറോട്ടിൽ നിന്ന് പെറുക്കിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിനെ നീ മാറ്റല്ല അല്ലാ, നീ മാറ്റല്ല തമ്പുരാനെ. ധാരാളം സഹോദരിമാരിന്റെ സഹോദരന്മാര് കമന്റ് ബോക്സിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ, എല്ലാ മജ്ലിസിന്റെ അടിയിലും കമന്റ് ബോക്സിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. അവരെ മുറാദിനെ നീ ഹാസിലാക്കണേ അല്ലാ, അവരുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാ, അവരുടെ പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ അവർക്കും ഞങ്ങൾക്കും നീ റാഹത്ത് പ്രദാനം ചെയ്യണേ അല്ലാ, ഐശ്വര്യം ഞങ്ങളുടെ ജീവിതത്തിൽ നിറക്കണേ അല്ലാ. ധാരാളം ആളുകൾ ഞങ്ങളിൽ നിന്ന് മൗത്തായി പോയി അല്ലാ. ഞങ്ങളെ മജ്ലിസ് കണ്ടുകൊണ്ടിരുന്നവര്, കഴിഞ്ഞ വർഷം ഞങ്ങളെ മജ്ലിസിൽ പങ്കെടുത്തവര് ഇന്ന് ഖബറിലാണ് അല്ലാ, 6 അടി മണ്ണിലാണ് തമ്പുരാനെ. അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ, അവരെ ഖബറിടം നീ റാഹത്തിലാക്കണേ അല്ലാ, സ്വർഗ സന്തോഷപൂരിതമാക്കണേ അല്ലാ. സ്വർഗത്തിനൊരു ഫിറാശ് അവരെ ഖബറിലേക്ക് നീ വിരിപ്പിച്ചിട്ട് കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ 10 മാസം നൊന്ത് പ്രസവിച്ച് മാറോടണച്ച മിഞ്ഞ പാല് തന്ന പൊന്നാര പൊന്നുമ്മ ഇന്ന് ഖബറിലാണ് അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലുന്ന എല്ലാ ദിക്റുകളും പൊന്നുമ്മാന്റെ ഖബറിലേക്ക് ഇതിന്റെ മിസ്ല സവാബ് നീ എത്തിക്കണേ അല്ലാ, എത്തിക്കണേ അല്ലാ. ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, ഉമ്മാക്ക് മാപ്പ് ചെയ്യണേ അല്ലാ. അല്ലാഹുവേ ഉമ്മ ചെയ്ത ജീവിതകാലത്ത് ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ, ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ ഈ നിലയിലാവാൻ വേണ്ടി മെഴുകുതിരി ഉരുകി തീർന്നതുപോലെ ഉരുകി തീർന്ന പൊന്നാര
ഉപ്പാര പൊന്നുപ്പ ഇന്ന് ഖബറിലാണ് അല്ലാഹ്. ഉപ്പ ഇന്ന് ഖബറിലാണ് തമ്പുരാനെ. ഉപ്പാക്ക് പുറത്തു കൊടുക്കണല്ലോ. ഉപ്പ ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണല്ലോ. ഖബറിൽ കൂട്ടാളിയാക്കണല്ലോ. ഉപ്പാന്റെ ഖബർ കണ്ടെത്താ ദൂരത്തോളം നീ വിശാല നൽകണല്ലോ. വിശാല നൽകണല്ലോ. വിശാല നൽകണേ തമ്പുരാനെ. റഹ്മുർ-റഹീമീനായ അല്ലാഹ്, ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും അതുപോലെ മൗത്താകുമല്ലോ. നിങ്ങളെ വീടിന്റെ ഉമ്മരപ്പടിയിൽ ഉണക്കക്കെട്ടിൽ ഞങ്ങളെ മലർത്തി അങ്ങ് കെടുത്തുമല്ലോ. ഈ താടി തലയിലേക്ക് കെട്ടപ്പെടും, മൂക്കില് പഞ്ഞി തിരുകപ്പെടുമല്ലോ. ആ സമയത്ത് മുഖത്തീമാനിന്റെ പ്രഭ നൽകണമല്ലോ. മുഖത്തീമാനിന്റെ പ്രഭ നൽകണമല്ലോ. മുഖത്തീമാനിന്റെ പ്രഭ നൽകണമല്ലോ. ഞങ്ങളെ ജനാസയും ചുമന്ന് വയ്യോരങ്ങളിലൂടെ കൊണ്ടുപോകുന്ന സമയത്ത് ഖദ്ദിമൂനി ഖദ്ദിമൂനി എന്ന് പറയുന്ന ജനാസകളിൽ ഞങ്ങളെ ജനാസയെ ചേർക്കണമല്ലോ. ഞങ്ങളെ ജനാസയെ ചേർക്കണമല്ലോ. ഞങ്ങളെ ജനാസയെ ചേർക്കണേ തമ്പുരാനെ. ഊരക്ക് മുണ്ടിട്ട് ഞങ്ങളെ ഖബറിലേക്ക് ഇറക്കി വെക്കും. ഈ കവിള് മണ്ണിനോട് ചേർക്കപ്പെടുമല്ലോ. ഖബറിൽ രക്ഷ നൽകണമല്ലോ. എന്റെ മാലാഖന്മാരുടെ സഹായം ഖബറിൽ നൽകണമല്ലോ. നീ നൽകണമല്ലോ. തേളുകൾക്കും പാമ്പുകൾക്കും പുഴുക്കൾക്കും പകരം ഞങ്ങൾ ചെയ്ത അമാലുകളെ കൂട്ടാളിയാക്കണമല്ലോ. അമാലുകളെ കൂട്ടാളിയാക്കണേ തമ്പുരാനെ. റഹ്മുർ-റഹീമീനായ അല്ലാഹ്, ഉപ്പാപ്പ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകരങ്ങളിൽ നിന്നും ഹൗദുൽ കൗസർ കുടിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുക്കല്യാണം രണ്ട് കണ്ണുകൊണ്ട് കാണാൻ ഏറ്റമേറ്റം ഉദവി നൽകണേ അല്ലാഹ്. ഏറ്റമേറ്റം ഉദവി നൽകണേ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരിശ് ശൈത്താൻ വമിൻ ളുൽമിസ് സുൽത്താൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.